ഹായ് ഫ്രണ്ട്സ്, സാപ്പിന മലയാളത്തിന്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഇവിടെ വന്നിരിക്കുന്നത് നമ്മുടെ മമ്മൂക്കയുടെ ബസൂക്ക റിലീസ് ചെയ്തു. ആ സിനിമയുടെ വിശേഷങ്ങളാണ്. ഫസ്റ്റ് ഞാൻ ആ ഒരു സിനിമയാണ് കണ്ടത്. ഇതുവരെ കുറെ സിനിമകൾ റിലീസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ബസൂക്കയുടെ വിശേഷങ്ങളാണ്. നമ്മുടെ മമ്മൂക്ക പ്രധാന വേഷം കൈകാര്യം ചെയ്ത് ഡീനോ ഡെന്നിസ് ആണ് ഈ സിനിമ എഴുതി സംവിധാനം ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ സിനിമയിൽ പ്രധാന വേഷം കൈകാര്യം ചെയ്തിട്ടുള്ളത് മമ്മൂട്ടിയുണ്ട്, ഗൗതം വാസുദേവനുണ്ട്, നീത പിള്ള, ഗായത്രി അയ്യർ, ദിവ്യ പിള്ള, പിന്നെ സിദ്ധാർത്ഥ ഭരതൻ, ഐശ്വര്യ മേനോന്, ഷൈൻ ടോം ചാക്കോ എന്നിവരൊക്കെയാണ് മറ്റ് പ്രധാന വേഷങ്ങൾ കൈകാര്യം ചെയ്തിട്ടുള്ളത്. അപ്പം ഈ ഒരു സിനിമയുടെ സ്റ്റോറി ഏത് ജേണറാന്ന് ചോദിക്കഴിഞ്ഞാൽ ഒരു ഗെയിം ക്രൈം ത്രില്ലർ വിഭാഗത്തിലൊക്കെ, ആക്ഷൻ ത്രില്ലർ വിഭാഗത്തിലൊക്കെ പെടുത്താവുന്ന ഒരു സിനിമയാണ് ഈ ഒരു സിനിമ എന്നുള്ളത്. അപ്പോൾ ഈ ഒരു സിനിമ എനിക്ക് എങ്ങനെ ഫീൽ ചെയ്തു നോക്കിക്കഴിഞ്ഞാൽ, സിനിമ സ്റ്റാർട്ട് ഏകദേശം 2 മണിക്കൂർ 34 മിനിറ്റിന്റെ സിനിമയുടെ ദൈർഘ്യം വരുന്നത്. സിനിമ സ്റ്റാർട്ടിങ് തുടക്കമൊക്കെ കിടിലനായിരുന്നു, സൂപ്പറായിരുന്നു. ആ ടൈറ്റിൽ കാർഡൊക്കെ എഴുതി കാണിച്ച് അതൊക്കെ സൂപ്പറായി ചെയ്തിട്ടുണ്ട്. മെഗാസ്റ്റാർ മമ്മൂക്ക എന്ന് കാണിച്ച സംഭവങ്ങളൊക്കെ കുറെ കാലത്തിന് ശേഷം കാണാണ് മമ്മൂക്കയുടെ സിനിമയിൽ മെഗാസ്റ്റാർ എന്ന സംഭവം. അപ്പോൾ അതൊക്കെ കിടിലായി ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഒരു ടൈറ്റിൽ കാർഡ് കാര്യങ്ങൾ, പിന്നെ സിനിമ സ്റ്റാർട്ട് ചെയ്തു, മമ്മൂക്കയുടെ എൻട്രി കാര്യങ്ങളൊക്കെ, ഫസ്റ്റ് ഒരു ഫൈറ്റ് ഉണ്ട്, റോട്ടിൽ നിന്നുള്ളൊരു ഫൈറ്റ് ഉണ്ട്, കിടിലായിരുന്നു, സൂപ്പർ. മമ്മൂക്കയുടെ ആ ഒരു ഇൻട്രോ ഒക്കെ നൈസായിട്ടുള്ള ഇൻട്രോ ആയിരുന്നു, നല്ല രസമുണ്ടായിരുന്നു. ഓക്കെ, എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടു. പിന്നെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒക്കെ കിടിലായിരുന്നു. ടെക്നിക്കൽ സൈഡിലൊക്കെ സൂപ്പറായിട്ട് ടെക്നിക്കൽ സൈഡിലൊക്കെ കൈകാര്യം ചെയ്തിട്ടുണ്ട്. മൊത്തത്തിൽ ക്യാമറ വർക്കുകളായിക്കോട്ടെ എല്ലാ കാര്യങ്ങളും സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ സിനിമയുടെ ഞാൻ പറഞ്ഞല്ലോ, തുടക്കം ഗംഭീരമായിരുന്നു, തുടക്കം സൂപ്പറായിരുന്നു. തുടങ്ങിക്കഴിഞ്ഞ ഒരു അരമണിക്കൂർ കഴിഞ്ഞ് പിന്നെ അങ്ങോട്ട് സിനിമ വലിയ റബ്ബർ ബാൻഡ് വലിക്കുമ്പോൾ വലിച്ചു നീട്ടി കൊണ്ടുപോവാണ്. ഭയങ്കര ബിൽഡപ്പും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടെങ്കിൽ പക്ഷെ ഒന്നും കാണുന്നില്ല എന്നുള്ളതാണ്. പിന്നെ അങ്ങനെ ഇന്റർവെൽ എത്തിയപ്പോൾ ഒരു നല്ലൊരു ഇന്റർവെൽ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, ആഘോഷിക്കാനുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇന്റർവെൽ കഴിഞ്ഞ അങ്ങോട്ട് ഇന്റർവെലിന് വേണ്ടി ചെയ്തൊരു ഇന്റർവെൽ പോലെ തോന്നി എനിക്ക്. ഇന്റർവെലിന് ശേഷം സെക്കൻഡ് ഹാഫിലേക്ക് വരുന്ന സമയത്ത് ലാസ്റ്റ് ഒരു അരമണിക്കൂർ കിഡിലായിരുന്നു ഉള്ളതിന് സൂപ്പറായി ചെയ്തിട്ടുണ്ട്. മമ്മൂക്കയുടെ ആ ഒരു ബോഡി ലാംഗ്വേജും കാര്യങ്ങളൊക്കെ ഒന്ന് ഡിഫറെൻ്റ് ആയി ചെയ്തിട്ടുണ്ട്. നല്ല കിഡില സൂപ്പറായി ചെയ്തിട്ടുണ്ട്. അതേ ഉള്ളൂ. ലാസ്റ്റ് ഫസ്റ്റ് ആ ഒരു തുടക്കം അടിപൊളിയായി ചെയ്തു, പിന്നെ അങ്ങോട്ട് എച്ചിലായി, ലാസ്റ്റ് ഒരു അരമണിക്കൂർ പിന്നെ ഗംഭീരമായി ചെയ്തു. അത് ഈ ഒരു സിനിമയിൽ പറയാൻ പറ്റുന്നുള്ളൂ. ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു സംഭവമാണ്. ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു സംഭവം പിന്നെ പിടിച്ചിട്ടുണ്ട് ഇവരെന്നുള്ളതാണ്. അതൊരു രസകരമായി തോന്നി. ആ ഒരു സ്ക്രിപ്റ്റ് കുറച്ചുകൂടി ഒന്ന് വെട്ടി ചുരുക്കി, അവിടെ എവിടെയൊക്കെ വെട്ടി ചുരുക്കി ഒന്നുകൂടി ക്രിസ്പ് ചെയ്തിട്ട് ചെറുതാക്കാമായിരുന്നു. 2.5 മണിക്കൂർ എന്നുള്ള 2 മണിക്കൂർ 34 മിനിറ്റ് എന്നുള്ളത് ഒരു 2.25 മണിക്കൂർ അല്ലെങ്കിൽ 2 മണിക്കൂറിൽ ഈ സിനിമ തീർക്കുന്ന രീതിയിലായിരുന്നെങ്കിൽ കിടിലാവുമായിരുന്നു തന്നെ പറയാം. പിന്നെ കുറച്ച് കഥ പറയുന്ന സീനുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, കുറച്ച് ലെങ്തി ഷോട്ടുകളായിപ്പോയി. എന്തൊക്കെയോ എന്താ പറയുക, ഊതിപ്പരിപ്പിച്ച് കൊണ്ടുപോയിട്ട് ഒന്നുമില്ലാത്ത അവസ്ഥയിലേക്ക് എത്തിക്കുന്ന രീതിയിലായിരുന്നു. പക്ഷെ ക്ലൈമാക്സ് ലാസ്റ്റിൽ അടിപൊളിയായിരുന്നു സംഭവം. അതെനിക്ക് ഇഷ്ടപ്പെട്ടു എന്നുള്ളതാണ്. അത് കഴിഞ്ഞു. പിന്നെ ഈ എന്താ പറയുക, പിന്നെ ഈ സ്പോയിലറൊന്നും ഇല്ലാതെ റിവ്യൂസും കാര്യങ്ങളൊക്കെ പറയാൻ ശ്രമിക്കുക, കമൻറ്റുകളൊക്കെ ചെയ്യാൻ ശ്രമിക്കുക. കാരണം എന്താ വെച്ചാൽ ക്ലൈമാക്സ് ഒരു അടിപൊളി ക്ലൈമാക്സ് ഒക്കെ തന്നെയാണ്. അത് തന്നെയാണ് സംഭവം. എനിക്ക് തോന്നിയ ഈ ഒരേ ഒരു നെഗറ്റീവ് സിനിമയ്ക്ക് ഒരേ ഒരു നെഗറ്റീവ് ഉള്ള ഈ സിനിമയുടെ ഒരു വലിപ്പിക്കലാണ്. വലിയ പോകുന്നില്ല, ആ ഒരൊറ്റ വലിപ്പിക്കലാണ് എനിക്ക് നെഗറ്റീവായി തോന്നിയിട്ടുള്ളത്. ബാക്കിയൊക്കെ ഓക്കെ ആയിരുന്നു. നല്ല സ്റ്റൈലിഷ് ആയിട്ടുള്ള സംഭവം, നമുക്കുള്ള സ്റ്റൈലിഷ് ലുക്കും കാര്യങ്ങളൊക്കെ കാണാം. നമുക്ക് തിയേറ്ററിൽ നല്ല സൗണ്ട് സിസ്റ്റവും കാര്യങ്ങളൊക്കെ, ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒക്കെ സൂപ്പറായി ചെയ്തിട്ടുണ്ട്. ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ചെയ്തത് ആരാന്ന് വെച്ചാൽ സയ്യിദ് അബ്ബാസ് ആണ് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ചെയ്തിട്ടുള്ളത്. കുഴപ്പമില്ലായിരുന്നു, നല്ല വൃത്തിക്ക് ചെയ്തിട്ടുണ്ടെന്ന് തന്നെ പറയാം. നല്ല സ്റ്റൈലിഷ് ആയിട്ടുള്ള സംഭവം ചെയ്തു വെച്ചിട്ടുണ്ട് എന്നുള്ള തന്നെ പറയാം. അത്ര തന്നെ ഈ സിനിമയെ കുറിച്ച് അത്ര തന്നെയാണ് പറയാനുള്ളത്. ആദ്യത്തെ ആ ഒരു വലിപ്പിക്കൽ ലാസ്റ്റിൽ ഒരു അരമണിക്കൂർ സെറ്റാക്കിയിട്ടുണ്ട്. എന്നാലും എന്തൊക്കെയോ ഒരു പോരായ്മ ഉണ്ട് എന്നുള്ളതാണ് സിനിമയ്ക്ക്. എന്നാലും നമ്മുടെ മമ്മൂക്ക ഇങ്ങനെ ഓരോ സിനിമ കഴിയുമ്പോൾ നമ്മൾ ഞെട്ടിക്കുകയാണ്. കണ്ടുവെക്കുക. സർപ്രൈസുകൾ ഉണ്ടോയെന്ന് ചോദിച്ചാൽ കണ്ടുവെക്കുക, അത്രേ ഞാൻ പറയുന്നുള്ളൂ. കണ്ടുവെക്കുക. അദ്ദേഹത്തിൻ്റെ ആ ബോഡി ലാംഗ്വേജ് ഒക്കെ കിട്ടില്ലായിരുന്നു കേട്ടോ, സൂപ്പറായി ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് നിങ്ങൾ ഈ സിനിമ കണ്ടവരുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കുക. സ്പോയിലർ ഇല്ലാതെ രേഖപ്പെടുത്താൻ ശ്രമിക്കാം. ഓക്കെ, അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ.